നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. വളരെ പോപ്പുലറായ റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ. ശരത്, ഷാൻ റഹ്മാൻ, അനുരാധ ശ്രീറാം എന്നിവരാണ് പ്രധാന വിധികർത്താക്കൾ. റിയാലിറ്റി ഷോകളിൽ പാട്ടിന്റെ ഇടകീറി പരിശോധിച്ച് സംഗതികളെക്കുറിച്ച് വാചാലനാകുന്ന വിധികർത്താവ്, സ്റ്റുഡിയോയിൽ സംഗതികളിട്ട് ഗായകരെ വെള്ളം കുടിപ്പിക്കുന്ന സംഗീത സംവിധായകൻ. ഇതൊക്കെയാണ് സംഗീത സംവിധായകൻ ശരത്തിനെ പറ്റി ഏതൊരു മലയാളികളുടെയും മുൻധാരണകൾ. എന്നാൽ ശരത്ത് ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ സജീവമായ ശേഷം പ്രേക്ഷകർക്കുണ്ടായിരുന്ന അത്തരം തെറ്റിദ്ധാരണകളെല്ലാം മാറി. സംഗീത സംവിധായകൻ എന്നതിലുപരി ഐഡിയ സ്റ്റാർ സിംഗറിലെ ശരത് സാറിനാണ് ആരാധകരേറെയും. അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ എന്ന സംഗീത റിയാലിറ്റി ഷോയിലെ ഏപ്രിൽ 1 സംപ്രേഷണം ചെയ്ത എപ്പിസോഡാണ് വൈറലായിരിക്കുന്നത്. ഈ ഏപ്രിൽ ഫുൾ പാർവതി ജീവിതത്തിൽ മറക്കില്ല. അമ്മാതിരി പണിയല്ലേ ശരത്തേട്ടൻ കൊടുത്തത് എന്ന ക്യാപ്ഷൻ നൽകിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ പാർവതി 3 പേരോടും എന്താണ് ഈ കാളരാഗം എന്നാണ് ആങ്കർ ചോദിക്കുന്നത്. എന്നാൽ പതിവ് പോലെ തമാശയിൽ അല്ല ശരത്ത് മറുപടി പറയുന്നത്. ഇങ്ങനത്തെ ചോദ്യമാണോ, എന്ത് മണ്ടത്തരവും ചോദിക്കാമോ എന്ന് ദേഷ്യത്തോടെ ശരത്ത് ചോദിക്കുന്നു. എന്തിനാ സീരിയസ് ആവുന്നതെന്ന് പാർവതി ചോദിക്കുന്നുണ്ട്. ശരത്ത് വീണ്ടും ദേഷ്യപ്പെട്ടപ്പോൾ പാർവതി കരയുന്നുണ്ട്. ഇതോടെയാണ് പ്രാങ്ക് ആണെന്ന് ശരത്തും അനുരാധയും ഷാൻ റഹ്മാനും പറയുന്നത്. എടാ, ഏപ്രിൽ 1 എന്ന് പറഞ്ഞ് ശരത്ത് ആശ്വസിപ്പിക്കുന്നു. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, എന്നെ എന്തിനാ ഇത്ര ചീത്ത പറഞ്ഞത് എന്നാണ് പാർവതി ചോദിക്കുന്നത്. സോറി, അവര് പറഞ്ഞിട്ട് ചെയ്തതാണ് എന്നാണ് പാർവതി പറയുന്നത്. ഒരുപാട് കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്. എത്രത്തോളം സ്നേഹം ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ പാറുവിനോട് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? സ്വന്തം മക്കളുടെ സ്ഥാനം അതാണ് മോളെ ഇവർ നിനക്കായി നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് മോൾക്കും ഇത്രയും സങ്കടം വന്നതും. ബി ഹാപ്പി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടിയാണ്, നല്ല അവതാരകയാണ്. എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു വൈബാണ്. സത്യം പറഞ്ഞാൽ പാർവതി കരയുന്ന കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു വിഷമമുണ്ടായി. പ്രാങ്കാണെന്ന് നേരത്തെ മനസ്സിലായി. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ എന്തൊക്കെയോ പറഞ്ഞു കരയുന്നു. കുഞ്ഞുങ്ങളുടെ മനസ്സാണ് പാവം. എന്തായാലും ഈ ഏപ്രിൽ പാറു മറക്കില്ല. എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ മോളെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ എപ്പോഴാ കണ്ടത് പാറു, നീ സൂപ്പറാ. കരയുന്നത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി. പാറുക്കുട്ടി സങ്കടമായി പോയി അല്ലേ? സാരല്ല കേട്ടോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് പാർവതി ബാബു. സമൂഹ മാധ്യമങ്ങളിൽ വഴിയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു ആങ്കറാണ് താരം. നിരവധി താരങ്ങളുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ഒപ്പമുള്ള ഇന്റർവ്യൂ എല്ലാം വൈറലായിരുന്നു. ഇതിനുശേഷമാണ് താരത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ കൂടിയത്. മോഡലിംഗ് രംഗത്തും താരം വളരെ സജീവമാണ്. അതേസമയം താരം അടുത്തിടെ ഒരു അഭിമുഖം നടത്തിയിരുന്നു. ഇതിന് താഴെ വന്ന ഒരു കമന്റാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു അമ്മാവനാണ് ഈ കമന്റ് നടത്തിയിരിക്കുന്നത്. രസകരമായ ഭാഷയിലാണ് ഇയാൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യം ആളുകൾ പരിഹസിച്ചുവെങ്കിലും പിന്നീട് ഏതോ അമ്മാവൻ ഒരു കൊച്ചുമകളോട് പറയുന്നത് പോലെ വളരെ നിഷ്കളങ്കമായി പറയുന്ന വാക്കുകളായിരിക്കും ഇതെന്നാണ് ആരാധകർ കരുതിയത്. എന്നാൽ ഇയാളുടെ പ്രൊഫൈൽ പോയി നോക്കിയ ആളുകൾ ഞെട്ടുക. മോളെ, ആങ്കർ മോളെ, എനിക്ക് മോളെ വലിയ ഇഷ്ടമാണ്. എൻ്റെ സ്വന്തം മോളെ പോലെയാണ്. ആങ്കർ മോള് വളരെ നിഷ്കളങ്കമായ മോളാണ്. അഹങ്കാരം ഒട്ടും ഇല്ലാത്ത മോളാണ്. ആങ്കർ മോളെ, എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണ്. മോൾ എന്നെ അച്ഛനെ പോലെ കരുതിയാൽ മതി. അമ്മാവിൻ്റെ കമന്റ്. നിരവധി ആളുകളാണ് ഈ ഫോൺ നമ്പർ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത്. വളരെ മോശം അഭിപ്രായമാണ് ട്രൂ കോളർ അടക്കമുള്ള ആപ്ലിക്കേഷൻ നൽകുന്നത്. അതേസമയം ഏതോ പാവം അമ്മാവൻ വളരെ നിഷ്കളങ്കതയോടെ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇതെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ സംഗതി അങ്ങനെ ആയിരുന്നില്ല. ഇയാൾ ഫേസ്ബുക്കിൽ പിന്തുടരുന്ന പേജുകൾ ഏതൊക്കെയാണെന്ന് കണ്ടോ? അതേസമയം ഇതൊന്നും അത്ര വലിയ സംഭവമാക്കാൻ ഇല്ല എന്നും ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇതുപോലെയുള്ള ആളുകളെ അനാവശ്യമായി സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നും ഇവർ ഈ പ്രവണത നിർത്തിയാൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു വലിയ സംഭവമല്ലാതായി തോന്നുമെന്നുമാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം മാതൃഭൂമി അക്ഷരോത്സവത്തിൽ ശരത്കാലം എന്ന സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കവേ ശരത്ത് പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു. അലബ് പാട്ടുകൾ ഉണ്ടാക്കാൻ തനിക്ക് വളരെ ഇഷ്ടമാണെന്നും എന്നാൽ അത് ആരും അതിന് വിളിക്കാറില്ലെന്നും സംഗീത സംവിധായകൻ ശരത്ത് പറഞ്ഞു. മഴ മഴ കുട കുട എന്ന പരസ്യം ഞാൻ ചെയ്തതാണെന്ന് അധികമാർക്കും അറിയില്ല. വടികൊണ്ട് തല്ലല്ലേ സാറേ, പോപ്പിക്കുട കൊണ്ട് തല്ലിക്കോ വേണേൽ. ഇതൊക്കെയാണ് നമ്മുടെ സ്വഭാവം. മുഴുവൻ സമയവും തമ്പുരവും കൊണ്ടാണല്ലോ. അതുകൊണ്ടൊരു നാരദനെ പോലെയാണ് സംവിധായകനും നിർമ്മാതാക്കളും എന്നെ എപ്പോഴും കാണുന്നത്. നിലവിലെ പാട്ടുണ്ടാക്കാൻ ഇഷ്ടമാണ്, അതിനുള്ള അവസരം കിട്ടണ്ടേ. തമ്പുരു മൂടി വെച്ചിട്ട് ഒരുപാട് കാലമായെന്നും അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. അമ്മ പറഞ്ഞാണ് ഒരു കാസറ്റ് ചെയ്യുന്നത്, അതിനുള്ള പണവും അമ്മ തന്നെ തന്നു. അത് കേട്ടാണ് സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത്. പാട്ടുകളെല്ലാം സംഗീതം ചെയ്തു കഴിഞ്ഞ് നോക്കുമ്പോൾ നിർമ്മാതാവിനെ കാണില്ല. അതുവരെ ഉമ്മയും തന്ന് കൂടെ നിന്ന നിർമ്മാതാവിനെയാണ് പണിയെല്ലാം കഴിഞ്ഞ് കാണാതാവുന്നത്. ഒടുക്കം അമ്മയുടെ മാല പണയം വെച്ചാണ് പാടിയവർക്കെല്ലാം പണം നൽകിയത്. സത്യത്തിൽ ഓസ്കാർ കിട്ടണം എന്നതല്ല, ആ സിനിമയുടെ നിർമ്മാതാവിനെ ഒരു വട്ടം കൂടി
കാണണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും ശരത് പറഞ്ഞു. പണിയെടുത്തിട്ടും തനിക്ക് പണം നൽകാത്ത ഒരുപാട് നിർമ്മാതാക്കളുണ്ടെന്നും ഒരു പാട്ട് വിജയമായാലും അടുത്ത പടം കിട്ടുമെന്ന് ഉറപ്പില്ലെന്നും ശരത് കൂട്ടിച്ചേർത്തു. അതേസമയം ശരത്തിനെ കുറിച്ച് മുൻപൊരിക്കൽ റിമി പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ശരത്തിന്റെ കൂടെ റിയാലിറ്റി ഷോകളിൽ റിമിക്ക് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ശരത്തിന്റെ കർക്കശ നിലപാടിൽ മുൻപും താരങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒടുവിൽ റിമി ടോമി മനസ്സ് തുറക്കുകയാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ തനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെന്നാണ് റിമി പറയുന്നത്. റിയാലിറ്റി ഷൂട്ടിനിടെയാണ് സംഭവം നടക്കുന്നത്. 4 ദിവസത്തെ റിയാലിറ്റി ഷോയുടെ റെക്കോർഡിങ്ങിന് പോയ തനിക്ക് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ സമപ്രായക്കാർ അല്ലാത്തത് കൊണ്ടാകാം മോശമായും പെരുമാറുന്നത്. അദ്ദേഹത്തിന്റെ വിവരം എന്തായാലും തനിക്കില്ല. എങ്കിലും മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറാറില്ല. അതുകൊണ്ട് തന്നെയാകാം മറ്റുള്ളവരുടെ ചെറിയ കളിയാക്കൽ പോലും എന്നെ വേദനിപ്പിക്കാറുണ്ട്. ശരത്തേട്ടന്റെ പെരുമാറ്റം മോശമാണെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകളെ എന്നും എപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്നും റിമി പറയുന്നു. പ്രമുഖ ചാനൽ ചർച്ചയിലാണ് താരത്തിന്റെ പ്രതികരണം.